ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയൊന്നും മറിക്കാതെ നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പഞ്ഞു പോലുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ ഉഴുന്നാണ്. അപ്പോൾ നമുക്കിന്ന് ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നെല്ലാം നല്ലതുപോലെ കുതിർന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ചേർക്കുന്നില്ല, പകരം നമ്മൾ റവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏതായാലും മതിയാവും. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തൈരാണ്. അപ്പോൾ ഈ തൈരും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തൈര് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ആ വെള്ളം തന്നെ മതിയാവും. നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ഇത്ര ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അപ്പോൾ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഈ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർക്കില്ലേ, അതുപോലെ ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി കൂടി ചേർക്കുകയാണ്. അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർക്കുന്നത്. അതല്ല, നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൽ ചെറിയൊരു മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ചെറിയൊരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ തൂരപ്പരിപ്പാണ്. തൂരപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് കാഷ്യൂനട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട്, അണ്ടിപ്പരിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുകയാണ്. അതും ചേർത്തിട്ട് ഇതിൻ്റെ കളർ ലൈറ്റായിട്ട് മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സാമ്പാർ പൊടി. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ നമ്മൾ ചേർത്തേക്കണം. ഈ സാമ്പാർ പൊടിയിൽ നമ്മളിങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് എത്രമാത്രം ടേസ്റ്റിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ ഇത് കരിഞ്ഞിട്ട് പോകും. ഇനി നമുക്ക് നേരെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി തയ്യാറാക്കാനുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്നോ അങ്ങനെ ഒരു ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലിങ്ങനെ പൊട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ആ രീതിയിൽ ചെയ്താലും മതിയാവും. നമ്മൾ എങ്ങനെയാണോ ഇഡ്ഡലി വെക്കുന്നത് അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ തയ്യാറാക്കിയപ്പോൾ ഇതിലേക്ക് വെള്ളമേ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കട്ടിക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തത് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി എല്ലാം വേവിക്കാനായിട്ട് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുമോ അത്രയും തന്നെ മതിയാവും. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി എല്ലാം നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചതിൽ നിന്നും കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും സ്പെഷ്യലായിട്ട് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി കൊടുക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്നും ഒരുപോലെ ഇഡ്ഡലിയല്ല നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ചട്നി വേണമെങ്കിൽ ചട്നി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണവരൊക്കെ എൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.